എമ്പുരാൻ സിനിമയുടെ പേരിൽ സംവിധായകനും നടനുമായ പൃഥ്വിരാജിനെ വളഞ്ഞിട്ട് ആക്രമിക്കുമ്പോൾ, അവരുടെ രക്തത്തിന് വേണ്ടി കൊതിച്ചിരിക്കുമ്പോൾ, വഴിയേ പോയവർ പോലും കല്ലെടുത്തെറിഞ്ഞിട്ട് അവരുടെ ഭാഗം ക്ലിയറാക്കുമ്പോൾ, അതോടുകൂടി പൃഥ്വിരാജ് ഇല്ലാതായി എന്ന് വിശ്വസിച്ചവരെ മറുപടി കൊടുക്കാൻ വേണ്ടി സിനിമ രംഗത്ത് ഒരേ ഒരാളെ ഉണ്ടായിട്ടുള്ളൂ. അതേക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. ഫിലിമി പ്ലസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സിനിമ ഒരു പബ്ലിസിറ്റി കൊണ്ട് രക്ഷപ്പെടുക എന്ന് പറഞ്ഞാൽ ചുരുക്കം സിനിമകൾ അങ്ങനെ ഉണ്ടായിട്ടുള്ളൂ. എത്ര കണ്ട് പബ്ലിസിറ്റി കൊടുത്താലും സിനിമ കാണാൻ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ ബോറടിച്ചെങ്കിൽ ആ സിനിമ സാമ്പത്തികമായിട്ട് പരാജയപ്പെടും. പക്ഷെ ഇവിടെ എമ്പുരാനെ കുറിച്ച് നിങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസവും എന്തൊക്കെ പറഞ്ഞാലും ശരി, അതൊരു 3 മണിക്കൂർ സിനിമ നിങ്ങളിൽ പലരും കണ്ടവരാണ്. പിന്നീട് ആ സിനിമയെക്കുറിച്ച് വിവാദങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടു. ആ വിവാദങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടപ്പോൾ തന്നെ ഈ സിനിമ നല്ല സിനിമയാണ് എന്ന് പറഞ്ഞവർ പോലും കാലുമാറി. നല്ല സിനിമയാണെന്ന് പറഞ്ഞ ഒത്തിരി പേരുണ്ട്. അതിൽ എൻ്റെ ഓർമ്മയിലൊരു പേരുള്ളത് മേജർ രവിയാണ്. മേജർ രവി പട്ടാളക്കാരനായിരുന്നല്ലോ. പിന്നീട് പ്രിയൻ്റെ അസിസ്റ്റൻ്റായി വന്ന് ആദ്യം ഒരു സിനിമ സംവിധാനം ചെയ്തു. ആദ്യത്തെ സിനിമ തന്നെ കലക്കി. അങ്ങനെയാണ് പട്ടാള കഥകൾ സിനിമ ചെയ്യുന്ന, രാജ്യസ്നേഹത്തിൻ്റെ മൂർത്തിപരമായ സിനിമകൾ ചെയ്യുന്ന സംവിധായകനാണ് മേജർ രവി എന്നുള്ള പേരുണ്ടായി. കോൺഗ്രസിലൂടെ വന്ന അവസാനം BJP-യിൽ എത്തി നിൽക്കുന്ന മേജർ രവി ഈ സിനിമയെ വാനോളം പുകഴ്ത്തി തുടക്കത്തിൽ. പിന്നീട് കാറ്റ് മാറി വീശി എന്ന് പറയുമ്പോൾ BJP-യും RSS-ഉം അവരുടെ സംഘടനകളും ഈ സിനിമയ്ക്ക് എതിരെ രംഗത്ത് വന്നു. അപ്പോഴാണ് നമുക്ക് പലരുടെയും മുഖം മനസ്സിലായത്, സ്വഭാവം മനസ്സിലായത്. എല്ലാം പേടിത്തൊണ്ടന്മാരാണ്. അവിടെ അടങ്ങിയിരുന്നോ? പക്ഷെ ഇവിടെ സംഭവിച്ചത് എന്താ? പൃഥ്വിരാജ് അമ്മയിലെ മെമ്പറാണ്, പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ മെമ്പറാണ്, ഡയറക്ടേഴ്സ് അസോസിയേഷൻ മെമ്പറാണ്, അതായത് FKയിലെ മെമ്പറാണ്. ഇങ്ങനെ എല്ലാ രംഗത്തും സജീവമായി നിൽക്കുന്ന പൃഥ്വിരാജിൻ്റെ ഈ സിനിമയ്ക്ക് നേരെ വ്യക്തിപരമായി ആക്രമിക്കുമ്പോൾ ആ സംഘടനയിലുള്ള ആരും വന്നില്ല എന്നുള്ളതാണ് സത്യം. അമ്മയിൽ നിന്ന് ആര് വന്നു? ആസിഫ് അലി അഭിപ്രായം പറഞ്ഞു. ഫെഫ്കദ ഇപ്പോൾ അഭിപ്രായം പറഞ്ഞു. അതാരും കേൾക്കാത്ത രീതിയിൽ പതുക്കെ. വേറെ ആര് പറഞ്ഞു? അമ്മയിൽ നിന്ന് ആരെങ്കിലും എനങ്ങിയോ? വർഷങ്ങൾക്ക് മുമ്പ് സുകുമാരനോട് കാണിച്ച അതേ നയം തന്നെ പൃഥ്വിരാജിനോടും കാണിച്ചിട്ടുണ്ട് മുമ്പ്. ഇവിടെ വിനയനെ ഇല്ലാതാക്കാൻ ശ്രമിച്ചപ്പോൾ, വിനയൻ്റെ സിനിമയിൽ അഭിനയിക്കാൻ പാടില്ല എന്ന് പറഞ്ഞപ്പോൾ അന്ന് പൃഥ്വിരാജ് അഭിനയിച്ചു. സത്യം എന്ന സിനിമ വൻ വിജയമാക്കി മാറ്റി. അവിടെ ആരെയും ഇല്ലാതാക്കാൻ പറ്റിയില്ല. അവിടുന്ന് തുടങ്ങിയ യാത്രയാണ്. ആ യാത്രയിൽ വിജയം മാത്രമാണ് പൃഥ്വിരാജിനുണ്ടായിട്ടുള്ളത്. കണക്ക് കൂട്ടലുകൾ ശരിക്കുണ്ടായിരുന്നു. പക മനസ്സിൽ സൂക്ഷിച്ചിരുന്നു. പിന്നിൽ നിന്ന് കുത്തുവരുമെന്നറിയാമായിരുന്നു. അതൊക്കെ മനസ്സിലാക്കി ഒഴിഞ്ഞു മാറാനുള്ള ശക്തിയും ബുദ്ധിയും പൃഥ്വിരാജിനുണ്ടായിരുന്നേക്കണം. അതുകൊണ്ടാണ് തോൽവി അറിയാതെ, മലയാളത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കാതെ ബഹുഭാഷകളിലായി പൃഥ്വിരാജ് തൻ്റെ സാമ്രാജ്യം ഉയർത്തിക്കൊണ്ടുവന്ന് ഇപ്പോൾ ഈ പ്രശ്നം വന്നപ്പോൾ ഈ സിനിമയ്ക്കൊരു നിർമ്മാതാവുണ്ട്. ഈ സിനിമയിൽ നായക സ്ഥാനത്ത് മോഹൻലാലുണ്ട്. അവരെ ആരും ഒന്നും പറയാതെ പൃഥ്വിരാജിനെ മാത്രം തെരഞ്ഞു പിടിച്ചുകൊണ്ട് ക്രൂശിക്കുന്നു, ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നു. അത് ഈ സിനിമ മാത്രമല്ല. പൃഥ്വിരാജ് ലക്ഷദ്വീപിൻ്റെ പ്രശ്നമുണ്ടായ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്, രാഷ്ട്രീയത്തിലെ അഭിപ്രായം പറയാറുണ്ട്. എന്തൊരു ജനഗണമന എന്നുള്ള സിനിമ ഇറങ്ങിയപ്പോൾ അറിയാം നിങ്ങൾക്ക്. ആ സിനിമ കൂടി വന്നപ്പോഴാണ് പൃഥ്വിരാജിനെ ഒരു ശത്രുവായി ശരിക്കും കണ്ടതെന്ന് ആലോചിക്കണം. സഹിക്കാൻ പറ്റുന്നില്ല. ആ കോടതിയിലെ ഡയലോഗുകൾ ഇപ്പോഴും നിങ്ങൾക്കുണ്ട്. ആ ഡയലോഗുകളാണ് പലരും ഇപ്പോൾ ഉപയോഗിക്കുന്നുണ്ടല്ലേ. ഇന്ത്യ എന്ന് പറയുന്നത് ആരുടെയും തന്തയല്ലടാ എന്നൊക്കെ പറയുമ്പോൾ ആർക്ക് സഹിക്കാൻ പറ്റും? അത്രയും നട്ടല്, അതായത് തനിക്കുള്ളത് പ്ലാസ്റ്റിക് നട്ടലല്ല, ഒറിജിനൽ നട്ടല് അല്ല എന്ന് തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ്.
എന്നാൽ ഇടയ്ക്ക് വെച്ചൊരു സംഭവം ഉണ്ടായതപ്പോഴാണ് ഈ സിനിമ വല്ലാത്തൊരവസ്ഥയിൽ എത്താൻ പോകുന്നു എന്നൊരു പ്രചരണം വന്നപ്പോൾ കോടതി പറഞ്ഞിട്ടില്ല, സെൻസർ ബോർഡ് പറഞ്ഞിട്ടില്ല, വേറെ ഔദ്യോഗിക കേന്ദ്രങ്ങളിൽ നിന്ന് ആരും പറഞ്ഞിട്ടില്ല. അല്ലാതെ തന്നെ ഈ സിനിമയുടെ പേരിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടാകും എന്ന് മനസ്സിലാക്കിയപ്പോൾ ഗോകുലം ഗോപാലനും മോഹൻലാൽ അടക്കമുള്ളവർ ഈ സിനിമയിലെ ഏതാനും രംഗങ്ങൾ റീ എഡിറ്റ് ചെയ്യാന്നുള്ള രീതിയിലേക്ക് വന്നു. റീ എഡിറ്റ് ചെയ്യുന്ന അവിടെ ആദ്യമൊന്നുമല്ല. ഇപ്പോൾ നമ്മൾ സിനിമ ചെയ്യുമ്പോൾ ചില സിനിമയുടെ രംഗങ്ങളൊക്കെ വീണ്ടും നമ്മൾ എഡിറ്റ് ചെയ്യാറുണ്ട്. പക്ഷെ ഇവിടെ എഡിറ്റ് ചെയ്യുമ്പോൾ എഡിറ്റ് ചെയ്യുന്ന ഭാഗങ്ങൾ ഏതൊക്കെ അതൊരു പ്രധാന ഘടകമാണ്. അതൊരു ചരിത്രമാണ് പറഞ്ഞു പോയിട്ടുള്ളത്. ചരിത്രത്തിൻ്റെ ഭാഗമായി പറയുമ്പോൾ പ്രധാന സംഭവങ്ങൾ ഇല്ലാതാകുമ്പോൾ അതിൻ്റെ മുഖം നഷ്ടപ്പെട്ടു. കാരണം കഴുത്ത് അറുത്ത് മാറ്റിയിട്ട് മറ്റു ബോഡി മാത്രം കിട്ടിയിട്ട് കാര്യമില്ല. ആ അവസ്ഥയിൽ എത്തുമോ എന്നൊരു ശങ്കയുണ്ടായിരുന്നു. മോഹൻലാൽ തൻ്റെ ഫേസ്ബുക്കിൽ ഇങ്ങനെ ക്ഷമാപണം പറഞ്ഞുകൊണ്ട് ഒരു പോസ്റ്റ് ചെയ്തപ്പോൾ അത് പൃഥ്വിരാജ് ലൈക്ക് ചെയ്തു. അത് സ്വാഭാവികം, പ്രശ്നങ്ങൾ തീരണമെങ്കിൽ തീരട്ടെ എന്ന് വിചാരിച്ചിട്ടാണത്. അവിടെ മുരളി ഗോപി ലൈക്ക് ചെയ്തില്ല. ഇവർ തമ്മിൽ തെറ്റിയോ എന്ന് വിചാരിച്ചവരുണ്ട്, തെറ്റണമെന്ന് ആഗ്രഹിച്ചവരുണ്ട്. അതൊന്നും നടന്നില്ല. അപ്പം അതുകൊണ്ട് മുമ്പ് ഇവിടെ നമ്മളെന്താ കാണുന്നത്, ഈ സിനിമ ഗംഭീരമാണ് എന്ന് പറഞ്ഞ് പരത്തിയ സംവിധായകനുണ്ടല്ലോ മേജർ രവി. പിന്നെ ഏറ്റവും കൂടുതൽ ഈ സിനിമയെ വിമർശിച്ചത്, പൃഥ്വിരാജിനെ വിമർശിച്ചത് മേജർ രവിയാണെന്ന് ആലോചിക്കണം. അവിടെ മോഹൻലാലിനെ മാത്രം രക്ഷപ്പെടുത്താനാണ് മേജർ രവി ശ്രമിച്ചത്. കാരണം മോഹൻലാലിൻ്റെ ഡേറ്റിന് വേണം. കുറേ കാലമായി മോഹൻലാലിന് ഡേറ്റ് കിട്ടിയിട്ട്. അപ്പോൾ സുഖിപ്പിച്ച് പറയുമ്പോഴാണ് മോഹൻലാൽ ഡേറ്റ് കിട്ടുള്ളൂ. അപ്പോൾ ഒരേ സമയത്ത് മോഹൻലാലിനെയും BJPയും സുഖിപ്പിച്ചുകൊണ്ടാണ് മേജർ രവി സംസാരിച്ചത്. ഈ രണ്ട് നയമാണ്. ഉറച്ചു നിൽക്കുന്നവനെ റെസ്പെക്റ്റ് ചെയ്യാൻ പറ്റില്ല, അവനെ വിശ്വസിക്കാൻ പറ്റില്ല. ആ വിശ്വാസമില്ലായ്മയാണ് മേജർ രവി തെളിച്ചുകൊണ്ടിരുന്നത്. മേജർ രവി അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ ഒരാൾ സപ്പോർട്ട് ചെയ്യാനോ, രവി അങ്ങനെ പറയാൻ പാടില്ല എന്ന്, മേജർ രവി ഫെഫ്കയിലെ കൂടി മെമ്പറാണെന്ന് ആലോചിക്കണം. അവർ പറയരുത്, അങ്ങനെ പറയാൻ പാടില്ല എന്ന് പറഞ്ഞില്ല. പക്ഷെ അവിടെ വന്നത് നമ്മൾ വായിച്ചിട്ടുള്ള മാർസിൻ ഗോർക്കിയുടെ അമ്മ വായിച്ചിട്ടുണ്ടായി. അമ്മ ചെയ്ത പോലെ എല്ലാം പറഞ്ഞിട്ടുണ്ട്. ആ അമ്മ നമ്മളെ മുന്നിൽ നിൽക്കുന്നത് പോലെ ഇവിടെ ഒരു അമ്മ വന്നു. മല്ലിക സുകുമാരൻ വിദ്യാസമ്പന്നയാണ്, നടിയാണ്, നല്ല പാരമ്പര്യമുള്ള തറവാട്ടിലെ മെമ്പറാണ്. അവർ സിനിമ അഭിനയിക്കുക മാത്രമല്ല, സീരിയൽ എടുത്തിട്ടുണ്ട്. അനുദിനം രാഷ്ട്രീയം അവർക്കറിയാം, സിനിമ അറിയാം, സിനിമ എന്തെന്നറിയാം. അതുകൊണ്ട് തന്നെയാണല്ലോ ഞങ്ങളൊരു മുമ്പൊരു വീഡിയോ കൊടുത്തിട്ടുണ്ടായിരുന്നു, സിനിമ എന്താണെന്ന് എനിക്കറിയാം. അതുകൊണ്ട് എൻ്റെ മക്കൾ സിനിമയിലേക്ക് ഇറങ്ങിയപ്പോൾ അതിൻ്റെ കുറേ കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് എൻ്റെ മക്കൾ വഴി തെറ്റുകയില്ല എന്ന് ഉറപ്പുണ്ട് എന്ന് അന്ന് ആ അമ്മ മല്ലിക സുകുമാരൻ ഉറപ്പിച്ച് പറഞ്ഞു. ഇപ്പോഴും അവർ പറഞ്ഞു, വാടാ വെല്ലുവിളിച്ചില്ലേ, ഈ സിനിമ മോഹൻലാൽ ഇത് കണ്ടിട്ടില്ല, ഇത് വായിച്ചിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ രണ്ടുപേര് മാത്രമാണ് ഫുള്ളായിട്ട് കഥ കേട്ടുള്ളത്. ഇത് A to Z മോഹൻലാൽ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞ മേജർ രവിയാണ്. അപ്പോൾ അതൊക്കെ എല്ലാം മാറിയില്ലേ, എല്ലാം മാറിക്കഴിഞ്ഞു. പിന്നീടെന്താ, മല്ലിക മാത്രമല്ല, പൃഥ്വിരാജിൻ്റെ ഭാര്യ സുപ്രീം ഇറങ്ങി തിരിച്ചു, ഒരംഗത്തിന് ഇറങ്ങാൻ തയ്യാറാണ്. ഇവിടെ നമ്മളപ്പോൾ എന്താ കാണുന്നത്, വിദ്യാസമ്പന്നരെന്ന് പറയുന്ന BJPയിലെ ചില നിയമപാലകരടക്കമുള്ളവർ വളരെ മോശമായ രീതിയിൽ ഒരു സ്ത്രീയോടാണ് ഇങ്ങനെ പറയുന്നത് എന്ന രീതിയിൽ അവർ പെരുമാറിയെന്നായിരിക്കും അല്ലയില്ലേ. മാത്രമല്ല ഇവിടെ BJPയുടെ മുൻ പ്രസിഡന്റ് K. സുരേന്ദ്രൻ എന്താ പറഞ്ഞത്, എമ്പുരാൻ ഇനി വീട്ടിൽ സെൻസർ ചെയ്ത് വരുമ്പോൾ എംബാം ചെയ്യും. മല്ലിക സുകുമാരൻ കൊടുത്ത മറുപടി എന്താ, നീ നിന്റെ പാർട്ടിയെ എംബാം ചെയ്യാൻ നോക്കാതെ ചെയ്യാൻ മതി എന്ന് പറഞ്ഞിരിക്കുന്നു അല്ലേ. ഇതിലും നല്ല മറുപടി കൊടുക്കാനുണ്ടോ? അപ്പോൾ ധീരമായ അഭിപ്രായം പറയാൻ ഒരു മാന്യ സ്ത്രീയെങ്കിലും ഉണ്ടായി. അവിടെ നമ്മൾ ചോദ്യമുണ്ട്, സിനിമ സംഘടനകൾ എന്തിന്, ആർക്ക് എന്നുള്ളത്. അത് നട്ടലുള്ളവരായിരിക്കണം സംഘടനയുടെ നേതാക്കന്മാരായിരിക്കേണ്ടത്. അല്ലാത്തവർ രാജിവെച്ച് പോണ്ടേ. ആരൊക്കെ എതിര് നിന്നാലും പൃഥ്വിരാജ് സുകുമാരൻ ഇതിൻ്റെ മൂന്നാം ഭാഗം ചെയ്യും. ഒപ്പം മുരളി ഗോപി ഉണ്ടായിരിക്കും,
മോഹൻലാലും ഉണ്ടായിരിക്കും എന്ന കാര്യം യാതൊരു സംശയവുമില്ല. ഇന്ന് സുഖിപ്പിക്കാൻ പറഞ്ഞ ചിലർക്കൊന്നും മോഹൻലാലിൻ്റെ ഡേറ്റും കിട്ടില്ല. അത് പറഞ്ഞു വരുന്നത് മല്ലിക സുകുമാരൻ അത്ര ചെറിയ വ്യക്തിയല്ല. സ്ത്രീകൾ സംസാരിക്കുമ്പോൾ ഉശിര് നിങ്ങളിങ്ങനെ വേദനിക്കുന്നതിന് വിഷമിക്കുന്നതിന് അവർക്ക് വ്യക്തമായ അഭിപ്രായങ്ങളുണ്ട്. അവർ സംസാരിക്കാൻ തുടങ്ങിയാൽ നിങ്ങളൊക്കെ പിന്തിരിഞ്ഞു നോക്കാതെ ഓടേണ്ടി വരും.